പിന്നെ ചീരേരിയാണ് ആ കാശിയോട് പറഞ്ഞത്. ആളോ ചീര അരിഞ്ഞ് തോരൻ വെക്കുന്നതിന് ചീര അരിയുന്നതിന് ഒരു മര്യാദയുണ്ട്. ചീര ഇങ്ങോട്ട് പെണ്ണുങ്ങടയിലോട്ട് കിട്ടുമ്പോഴത്തേക്കിന് ചീര അങ്ങ് വെട്ടി കണ്ടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ എന്തിനു കൊള്ളാം അല്ലയോ? തടി വെച്ച് അരിയുന്നവർക്ക് അതിൻ്റെ ഒരു എക്സ്പേർട്ട് ഉള്ളവർക്ക് പതുക്കെ അങ്ങ് അരിയും, അവരരിയും. അല്ല ചീര നമ്മളിങ്ങനെ നല്ല ഉണ്ടോ ഇങ്ങനെ അരിയണം. കുനുകുനെ അരിയണം ചെഞ്ചീര. പണ്ട് പാട്ട് വരെയുണ്ട്. അല്ല തൊണ്ണാനും ഒക്കെ കാണുമല്ലോ. അപ്പം മംഗലവും കിട്ടി. ഞങ്ങളുടെ കലം ആ കലം തേച്ചെടുത്തില്ല. എൻ്റെ കലം തേച്ചെടുത്തില്ല. നിങ്ങൾക്കത് മതിയായിരുന്നല്ലോ അവിടെ. ഞങ്ങളെല്ലാവരും ഭാര്യത്തില്ലേ. പച്ചമുളകും എല്ലാം കൂടിയിട്ട് ചീരയ്ക്ക് അരച്ചതാണ്. തന്നെ ഉള്ളി ഇത് കടുക് പൊട്ടിക്കാൻ. ഇന്നലെ അരി ഇടുമല്ല ഇതിന്. ഞാനിച്ചിരി അരി ഇട്ട് അരി ഇടുന്നേ. ഒരു വറുത്ത് എടുക്കുമ്പോൾ ഒരു നല്ല മണം. അരി കടുക് വറുക്കണമെന്ന് പറയാം. ഇത് ഞങ്ങളെ അരി കടുക് വറുക്കണോ? ഓ മിന്നലെ ഞങ്ങൾ പെടുപ്പായിരുന്നു പറഞ്ഞപ്പോൾ നീ കടക്കുട്ടി തല്ലി പൊട്ടിക്കരുത് ആവശ്യം. കുറച്ച് കൊടുത്ത് പട്ടി വന്നപ്പട്ടിയൊക്കെ നടക്കുന്നതിനകത്ത് ഇങ്ങനൊക്കെ കൊടുക്കുന്നത്. അവന് ഞാനിങ്ങനെ പിടിക്കുമ്പോൾ ചിലപ്പോൾ നോക്കും, ചിലപ്പോൾ അവന് എവിടെപ്പം വന്നേ ചേട്ടൻ? അതെ, എന്നാ ഇപ്പം എപ്പോഴാ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ മതി. ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയാ. ഇല ഇച്ചിരി വാടി കഴിയുമ്പോൾ ഉപ്പിടാനാണെങ്കിൽ ഇപ്പം അങ്ങ് പിടിച്ചോളും. എന്താ ഇതിനകത്തോട്ട് ഇച്ചിരി അരപ്പ് ഇട്ടിട്ടുണ്ട്. അരപ്പ് ചീരയുടെ അരപ്പിനൊരു വേവുണ്ടല്ലോ. ചീരയും വെന്തങ്ങ് ആവി തട്ടിയുള്ള ആ മോളെ കറി ഇളക്കണോന്ന് ഞാൻ ചോദിക്കുമായിരുന്നു.
ഇച്ചിരി നേരം കിടക്കട്ടെ. അങ്ങനെ 3-4 നേരം കൊടുക്കാൻ ഒക്കുവോ? അവനങ്ങനെയൊക്കെ കിടക്കട്ടെ. ഇനി ഒന്ന് ഓടട്ടെ. ഓടിപ്പോയി ഇച്ചിരി. ഇപ്പൊ പാല് കൊടുത്തതേ ഉള്ളു. അങ്ങനെയാണോ കൊടുക്കുന്നത്? മൂത്രം ഒഴിക്കുമല്ലയോ? അവന് നമുക്ക് വേണ്ട കരിമ്പ്. വേണ്ട. കരിപ്പിരിക്കുന്നത് ചേരയൊക്കെ കയറി വരും. അരി വറുത്ത് വെച്ചത് നേരത്തെ അരി വറുത്ത് വെച്ച് അങ്ങനെ കഴിക്കാൻ നേരം ആകുമ്പോൾ നമ്മളത് ഇടുമ്പോഴേ ചീര ഏറ്റവും ലാസ്റ്റല്ലേ നമ്മൾ തോരനൊക്കെ വെക്കത്തുള്ളൂ. ചീര ചൂടോടെ തന്നെ അരി വറുത്തതും അങ്ങോട്ട് ഇടുമ്പോൾ ഇടയ്ക്കൊരു കടിയൊക്കെ കടിച്ച് ഉണ്ടാകും. അരപ്പൊക്കെ വെന്ത് മതി. ചീരത്തോരൻ റെഡി.